ഹലോ ഹായ്. ഇന്ന് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്ന് ലൈവ് അപ്ഡേറ്റ്സ്, ഇന്നത്തെ ലൈവിലെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല. ഇന്നലത്തെ പ്രശ്നം, രാത്രി നടന്ന സംഭവത്തിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട്, കാരണം ലക്ഷ്മി ഒനിയൽ മസ്താനി പ്രശ്നങ്ങൾ ഇനി ചൂട് പിടിച്ച് അതിനെക്കുറിച്ചുള്ള കുറച്ച് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഒനിയൽ രാവിലെ തൊട്ടേ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. കൺഫെഷൻ റൂമിലേക്ക് വിളിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ബിഗ് ബോസ് രാവിലെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. കൺഫെഷൻ റൂമിലിരുന്ന് ഒനിയൽ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. എൻ്റെ കുടുംബം എന്താവും, ഇവരിങ്ങനെ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്താൽ എൻ്റെ ഫാമിലി എന്താവും, എനിക്ക് പുറത്ത് ലൈഫുള്ളതാണ്, അവരെന്ത് വിചാരിക്കും എന്നെക്കുറിച്ച്, എനിക്കത് ബുദ്ധിമുട്ടുണ്ട്, പബ്ലിക്സ് എന്ത് വിചാരിക്കും, ഞാൻ അറിയാതെ അങ്ങനെ ഒരു സംഭവം ചെയ്തതാണ്, അതുകൊണ്ട് ഇത് ലാലേട്ടൻ്റെ എപ്പിസോഡ് തീർച്ചയായിട്ടും ഇത് കാണിക്കണം, എനിക്കിത് ലാലേട്ടനോട് പറയാനുള്ള അവസരം തരണം എന്നൊക്കെ പറഞ്ഞ് ഒനിയലും ബിഗ് ബോസിനോട് പറഞ്ഞതനുസരിച്ച് ബിഗ് ബോസ് പറഞ്ഞു തീർച്ചയായിട്ടും അതിനുള്ള അവസരം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒനിയൽ എന്തായാലും സമാധാനപ്പെട്ട് തിരിച്ചു പോരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ കാര്യം, എന്താണ് ബിഗ് ബോസ് പറഞ്ഞതെന്ന്. അപ്പോൾ ഒനിയൽ കൃത്യമായിട്ട് അതൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്താണ് ബിഗ് ബോസ് പറഞ്ഞതെന്നൊക്കെ. എന്തായാലും ലക്ഷ്മിയെ അവിടെയുള്ളവരെല്ലാം വളരെ എന്താ പറയുക, അത് മോശമായി പോയി എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നു. ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് ഈ ഒരു വീക്കിലി ടാസ്കിൽ 2 ടീമായിട്ടായിരുന്നല്ലോ, ഒന്ന് സർക്കസ് ടീമും ഒന്ന് നൂതില ചെരുപ്പ് ഫാക്ടറിയും. അപ്പോൾ നൂതില ചെരുപ്പ് ഫാക്ടറി ഓണറായ നൂതിലയല്ല നൂറയ്ക്ക് ഡയറക്റ്റ് ഒരാളുടെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് കൊടുക്കാമായിരുന്നു. അങ്ങനെ നൂറ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് കൊടുത്തത് ഒനിയലിനെയാണ്. അതുപോലെ തന്നെ സർക്കസിൻ്റെ ആ ടീമിലെ റിംഗ് മാസ്റ്ററായ അനീഷിനും അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് ഡയറക്ഷൻ നോമിനേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അനീഷ് കൊടുത്തത് റെന ഫാത്തിമയാണ്. അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാവരും കൂടി വോട്ടിനായിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ ജിഷിനാണ് ഏറ്റവും നല്ല ക്യാപ്റ്റൻ ആവാനുള്ള യോഗ്യത എന്നാണ് ഭൂരിപക്ഷം ഹൗസ് മേറ്റ്സും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അങ്ങനെ 3 പേരാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ ഉള്ളത്. അവരുടെ ടാസ്ക് നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഇനി പിന്നെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽ നോമിനേഷനായിരുന്നു. ജയിൽ നോമിനേഷനിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ലക്ഷ്മിക്കാണ്. ഇന്നലത്തെ കാരണം തന്നെയാണ്. ലക്ഷ്മി വളരെ മോശമായിട്ടല്ലേ, അനാവശ്യമായിട്ട് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മസ്താനി പേഴ്സണലായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. മസ്താനി വളരെ പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യം, അത് ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി യൂസ് ചെയ്തു എന്നുള്ളതാണ് മറ്റുള്ളവർ ആരോപിക്കുന്ന ആരോപണം. അതെന്ത് തന്നെ ആയാലും ആ ആരോപണം ശരിവെച്ചുകൊണ്ട് 17 വോട്ടുകളാണ് ലക്ഷ്മിക്ക് ജയിലിൽ പോകാനായിട്ട് കിട്ടിയത്. കൂടെ പോകാനുള്ള ആൾ ജിസേലാണ്. ജിസേലിന് 7 വോട്ടുകളും കിട്ടി. അങ്ങനെ ജിസേലും ലക്ഷ്മിയുമാണ് ജയിലിലേക്ക് പോയ ആൾക്കാർ. അപ്പോൾ ജിസേലൊക്കെ ജയിലിൽ പോയാലുള്ള അവസ്ഥ അറിയാലോ. എൻ്റെ ദൈവമേ, അവിടുത്തെ പുരുഷ കേസരിമാരുടെ മനം തകർന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ജയിലിൻ്റെ മുന്നിൽ ആൾക്കൂട്ടമായിരുന്നു. ആരൊക്കെയാണ് ആൾക്കൂട്ടത്തിലെ പ്രധാനികൾ? ആര്യൻ, അക്ബർ, ഷാനവാസ്, ഒനിയൽ, അഭിലാഷ്, പിന്നെ ഇത്രയും പേര്. പിന്നെ പ്രവീണും നമ്മുടെ സാബു മേനും അത്രയ്ക്ക് വലിയ ഇതില്ല. പിന്നെ ജിഷിനുമുണ്ട്. ഇപ്പം ജിഷിനും നമ്മുടെ ജിസേലിനോടൊരു അനുകമ്പയാണ്. എന്തായാലും അപാര ഒരു കഴിവ് തന്നെയാണ്. ഇങ്ങനെ പുരുഷ കേസരികളെ പാവാടത്തുമ്പിൻ്റെ വള്ളിയിൽ കെട്ടിയിടാൻ പാകത്തിന് എന്താണാവോ ഈ മഹതിക്ക് എന്ന് അറിയാൻ വയ്യ. അതാണ് പറയുന്നത്, പെണ്ണിൻ്റെ വശീകരണം അതൊന്നു തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത് വളരെ എന്താ പറയുന്നത്, ലാലേട്ടനോട് നമ്മൾ എപ്പിസോഡിൽ കാണില്ലേ, ലളിത എന്നൊക്കെ പറഞ്ഞ് വിളിക്കത്തില്ല, അതുപോലെയുള്ള കൊഞ്ചിക്കുഴിയിൽ നന്നായിട്ട് മലയാളം അറിയുന്ന വ്യക്തിയാണ്. ആലപ്പുഴക്കാരായ പൊന്നമ്മ എന്ന് പറയുന്ന അമ്മയുടെയും അതുപോലെ തന്നെ അവരുടെ സഹോദരി തങ്കമ്മ എന്ന് പറയുന്ന അമ്മയും കൂടി വളർത്തിയ അച്ഛൻ 5 വയസ്സിലേ മരിച്ചുപോയി, പഞ്ചാബിയെ അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കുട്ടിയായിരുന്നു ജിസേൽ. നന്നായിട്ട് മലയാളം സംസാരിക്കാൻ പച്ച മലയാളികളായ 2 അമ്മമാർ വളർത്തിയ ഒരു പെൺകുട്ടിയാണ്. മലയാളം അറിയില്ല, പക്ഷെ ചീത്ത വിളിക്കുമ്പോൾ എല്ലാ മലയാളവും ഉരുളൻകിഴങ്ങ്. എനിക്ക് ഉരുളൻകിഴങ്ങെന്ന് ചിലപ്പോൾ വരല്ല, നമ്മൾ അറിയാതെ പൊട്ടറ്റോ എന്ന് പറയും. ഇത് കറക്റ്റ് ഉരുളൻകിഴങ്ങെന്ന് വരെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അനുമോളുടെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ അവളൊന്നും ഉരുളൻകിഴങ്ങ് എടുത്തായിരുന്നു എന്ന് അടിപൊളിയായിട്ട് പറയുന്ന ജിസേൽ ലാലേട്ടൻ വരുമ്പോൾ അയ്യോ എനിക്ക് മലയാളം കുരിച്ച് അരിയാം എന്ന് പറഞ്ഞ് കൊഞ്ഞുമാണ്.
നമുക്ക് മലയാളം അറിയാത്തവരും മലയാളം സംസാരിക്കുന്നപ്പോൾ മലയാളിക്ക് പ്രത്യേകിച്ച് ഏത് ഭാഷക്കാരായാലും അവർക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കന്നഡ ആദ്യമൊക്കെ പഠിച്ച സമയത്ത് കന്നഡ ഇങ്ങനെ പറയും. നമ്മളിങ്ങനെ വാക്കുകൾ അറിയാൻ വയ്യാത്ത വാക്കുകൾ ഇങ്ങനെ കുറച്ച് കുറച്ച് സുമ്നെ ആൾത്താരെ അല്ലെങ്കിൽ കുത്കൊള്ളു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുക്കൊള്ളു എന്ന് പെട്ടെന്ന് പറയുമ്പോൾ കുത്കൊള്ളു എന്ന് പറയുമ്പോൾ അവർക്കത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. നമ്മൾ ആ കന്നഡ വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെയാണ് മലയാളം. അപ്പോൾ അതിനേക്കാൾ ഭയങ്കര ഇഷ്ടമാണ് മലയാളീസിന് നമ്മുടെ മലയാളം. വേറൊരാൾ പ്രത്യേകിച്ചും ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് ഒരു തരുണീമണി പറയുമ്പോൾ നമുക്ക് കൂടുതലും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയാണ്. അത് കണക്ക് കൂട്ടി തന്നെയാണ് ജിസേൽ അമ്മായി അല്ലെങ്കിൽ ജിസേൽ മാമി പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ മലയാളം കുരച്ച് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ കാരണം ഈ ബാക്കിയുള്ള സമയത്തൊക്കെ ചീത്ത വിളിക്കുമ്പോൾ വരുന്നുണ്ട്, അനുവിനെ ചീത്ത വിളിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളത് വരുന്നുണ്ട്, വേറൊരാളെ ചീത്ത വിളിക്കുമ്പോൾ വരുന്നുണ്ട്. അങ്ങനെ ആരെ വേണമെങ്കിലും തെറി വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള മലയാളം ഈ വ്യക്തി പറയുന്നുണ്ട്. കാരണം മലയാളം അറിയാത്ത അച്ഛനൊക്കെ ഉണ്ടായിരുന്നു, പഞ്ചാബി അച്ഛനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു എന്നെ മലയാളം പഠിപ്പിച്ചില്ല, അച്ഛൻ്റെ ഭാഷയാണ് അമ്മയും സംസാരിച്ചതെന്ന്. ഇത് അമ്മയും വല്യമ്മയും കൂടി മാത്രമാണ് വളർത്തിയത്. 5 വയസ്സിലെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറയുന്ന ഒരാൾ പിന്നെ എന്തുകൊണ്ടാണ് മലയാളം പറയാൻ ഇത്രയും വിഷമിക്കുന്നത്, അല്ലെങ്കിൽ മലയാളം ഇത്രയും അറിയില്ല എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മലയാളം ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സീസണിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പലരും ഇംഗ്ലീഷാണ് അവിടെ സംസാരിക്കുന്നത്. മലയാളം പറയുന്നതിൽ മലയാളം എന്തോ ഒരു മോശമായ ഭാഷയാണ്, മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു തോന്നലിൽ നിന്ന് പലരും മലയാളം പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ സംസാരിക്കുന്ന പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം വന്ന പ്രവീണ്, ലക്ഷ്മി, അതുപോലെ തന്നെ പലവരും എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് മലയാളം മാത്രം സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഒരാളല്ല, ഷാനവാസും ഉണ്ട്. രണ്ടുപേര് ആണ് മലയാളം മാത്രം സംസാരിക്കുന്നത്. ആരൊക്കെയാണ് നിങ്ങൾ ഗസ് ചെയ്യാമോ? ആരൊക്കെയാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യട്ടോ, ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആരൊക്കെയാണ് മലയാളം മാത്രം പറയുന്നത്? കടിച്ചപ്പൊട്ടാത്ത മലയാളമല്ല, ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് പോലും പറയാതെ മലയാളം മാത്രം സംസാരിക്കുന്ന 2 വ്യക്തികൾ അവിടെ കൃത്യമായിട്ടുണ്ട്. അവരെ നിങ്ങളൊന്ന് പറയാമെങ്കിൽ. ഇപ്പം വന്നാൽ നമ്മുടെ വൈൽഡ് കാർഡ്സിനെ കൂട്ടേണ്ട ആവശ്യമില്ല, കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കൂട്ടിക്കഴിഞ്ഞാൽ വൈൽഡ് കാർഡ്സിനെ കൂട്ടിയാൽ 3 പേരുണ്ട്. 3 പേര് അവിടെ മലയാളം മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ജിഷിനില്ല. ജിഷിൻ അവിടെ മലയാളം ഇംഗ്ലീഷ് നമ്മുടെ ജിസേലിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയുന്ന കേട്ടു. അപ്പം 2 പേരാണ് കൃത്യമായിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതലുള്ളവരുണ്ടെങ്കിൽ അതാരൊക്കെയാണെന്ന് ഞാൻ തന്നെ പറയാം. അനുമോളും ഷാനവാസും മാത്രമാണ് അവിടെ ഇംഗ്ലീഷിൻ്റെ ഒരു സെൻറ്റൻസ് പോലും പറയാത്ത ആൾക്കാർ. ഇനി അറിയാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ പലരും പറയുമായിരിക്കും. അറിയാത്തത് കൊണ്ടായാലും അറിയുന്നത് കൊണ്ടായാലും മലയാളം ബിഗ് ബോസാണിത്. മലയാളം ബിഗ് ബോസിൽ മലയാളം മാത്രമാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ സീസണുകളിലൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു മലയാളം പറയടാ, നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു മലയാളം ഷോയടാ ഇത്, മലയാളം പറയടാ എന്ന് റിയാസ് സലീമിനോട്. അതുപോലെ തന്നെ ഇപ്പോൾ അധികം ആരും പറയാനില്ല. നമ്മുടെ അനീഷ് പോലും പല സമയത്തും ജിസേലിനോട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടു. അപ്പം അത് എനിക്കെന്തോ അതൊരു അപാകതയായിട്ട് തോന്നുന്നു. എന്തായാലും പിന്നെ ജയിൽ നോമിനേഷൻ, അപ്പം എന്തായാലും ഇതൊക്കെയായിരുന്നു ജയിൽ ടാസ്കൊക്കെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു. പിന്നെ ജയിലിലേക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. 2നെയും ജയിലിൽ പിടിച്ചടയ്ക്കാൻ പറഞ്ഞു. ജയിലിലടച്ച് എന്താണ് അവർക്ക് ടാസ്ക് കൊടുത്തതല്ലേ? എന്തായാലും ജയിലിൽ അടച്ചപ്പോൾ ഉള്ള പുരുഷ കേസരികളുടെ തരുണീമണി പോയതിൻ്റെ സങ്കടം നമ്മുടെ പുരുഷ കേസരികളുടെ മുഖത്ത് നിഴലിച്ചു കാണാമായിരുന്നു. എല്ലാവരും കുറേ നേരം ജയിലിൻ്റെ മുന്നിൽ കാത്തുകിട്ട് വിഷമിച്ചൊക്കെ ഇരുന്നു. അത് നിങ്ങൾ എൻ്റെ ഈ ഒരു പിക്സിൽ കണ്ടു കാണും കേട്ടോ. പലവരും ഒക്കെ ഇങ്ങനെ വിഷമിച്ചു സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും അവിടെ കൊടുത്തത് ക്ലേ മോഡലാണ്. നേരത്തെ പറഞ്ഞ പോലെ 17 പേരുടെയും ക്ലേ മോഡൽസ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം അവർ ലൈവിൽ ഷാനവാസിൻ്റെ ഉണ്ടാക്കി, ആരിൻ്റെ ഉണ്ടാക്കി, അതുപോലെ തന്നെ അഭിലാഷിൻ്റെ ഉണ്ടാക്കി, ഒനിയലിൻ്റെ ഉണ്ടാക്കി കഴിഞ്ഞു, ബിന്നിയുടെ ഉണ്ടാക്കി, പിന്നെ അവരുടെ അനീഷിൻ്റെ ഉണ്ടാക്കി. ഇത്രയും ആൾക്കാരുടെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഓരോ ആൾക്കാർ ഇപ്പോൾ ഉണ്ടാക്കുന്നതനുസരിച്ച് കസേരയിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് അവർ വന്ന് ചെയറിൽ മുന്നിലിരിക്കണം. അപ്പോൾ അതനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്നത് അനുമോളാണ്. അനുമോളിൻ്റെ ക്ലേ മോഡലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനെ നോക്കി അവരുടെ മുഖത്ത് നോക്കി ഉണ്ടാക്കണം. പിന്നെ രാത്രിയിൽ എന്തോ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് ഇത് എപ്പിസോഡിൽ നിന്ന് കിട്ടിയതാണ്. പാത്രം കഴുകാതെ നമ്മുടെ ആദില പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ്. കാരണം വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അനീഷാണ്. അനീഷ് അവിടെ വന്ന് ആദിലയോട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് സംഭവം എന്നുള്ളത് നമുക്കത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ലൈവ് വരണം. ഇപ്പോൾ ലൈവ് അവിടം വരെ എത്തിയിട്ടില്ല. ഇപ്പോൾ ലൈവിൽ അനുമോളുടെ ക്ലേ മോഡൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ലൈവ് വരെ എത്തിയിട്ടുള്ളൂ. പറഞ്ഞ് എൻ്റെ നാക്ക് കുരുങ്ങി ഗൈസ്. സോറി ഗൈസ്.
അപ്പോൾ രാത്രി ഞാൻ അതിനുശേഷം എന്താണ് ലൈവിൽ എന്താണ് എന്നുള്ളത്, എന്തോ ആദിലയും നൂറയും തമ്മിൽ എന്തോ ഒരു അടി ഉണ്ടാക്കുന്നുണ്ട്, എന്താണ് പ്രശ്നമെന്നൊന്നും മനസ്സിലാവുന്നില്ല. പാത്രം കഴുകാത്തതുമായിട്ട് ബന്ധപ്പെട്ട് അനീഷ് വന്ന് പാത്രം കഴുകാൻ പറയുന്നുണ്ട്. ആ പാത്രം കഴുകാൻ പറയുന്ന സമയത്ത് ആദില കഴുകില്ല എന്ന് പറയുന്നു. അപ്പോൾ അനീഷിനോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അനീഷ് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ആ പാത്രങ്ങൾ മുഴുവൻ അനുമോള് കഴുകി. അപ്പോൾ അനീഷ് പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ നൂറ ചോദിക്കുന്ന അത് മോശമായി പോയി എന്നുള്ള സംസാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പറഞ്ഞ് ഞാൻ ഇന്ന് ഒരെണ്ണത്തിനെ ഉറക്കത്തില്ല എന്നും പറഞ്ഞിട്ട് അനീഷിൻ്റെ പില്ലോയും സാധനങ്ങളൊക്കെ എടുത്ത് ദൂരെ കളയുന്നുണ്ട് ആദില. അതിനുശേഷം അനീഷ് ഉറങ്ങുന്നതാണ് പിന്നെ കാണിച്ചത്. ആ ഉറങ്ങുന്ന സമയത്ത് അനീഷേട്ടാ കട്ടൻ ചായ എന്നൊക്കെ പറഞ്ഞിട്ട് കുലുക്കി കടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ മോശമാണ്. ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ആദില ഇതുപോലെ തന്നെ എന്താ പറയുക ഷേവിങ് ക്രീമൊക്കെ അനീഷിൻ്റെ ദേഹത്തും ഒക്കെ കൊണ്ടുവന്ന് തേക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വളരെ മോശമായ സംഗതിയാണ്. ഇപ്പോൾ എന്തായാലും കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാൻ അപ്ഡേറ്റ്സ് ഇടാം ഗൈസ്. അപ്പോൾ ഇത്രയും ഇത് ജസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ലൈവിൽ കാണിക്കുന്നതിന് മുമ്പ് തന്നെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇവർ എന്തുമാത്രം എഡിറ്റിംഗ് ചെയ്തിട്ടാണ് നമ്മളെ കാണിക്കുന്നതിൻ്റെ തെളിവാണ്. എന്തായാലും ബിഗ് ബോസിന് എനിക്ക് 10 പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അതിനുള്ള ഞാൻ വീഡിയോ ഇടാം. കാരണം പലതും നമ്മൾ എഡിറ്റ് ചെയ്ത് കളയാണ്. അവിടെ കണ്ട കാര്യങ്ങൾ പറഞ്ഞ ഒരു കൊച്ചിനെ തോന്നിവാസി എന്ന് വിളിച്ചു, അവൾ മോശക്കാരിയാക്കി, അവളെ കള്ളിയാക്കി, അവൾ തോന്നിവാസം കാണിക്കുന്നവൾ നാണം കെട്ടവളായി, നാണമുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇതെല്ലാം വേണ്ടത് എല്ലാം മുഴുവൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കുറേ നമ്മളെ കാണിക്കും. എന്നിട്ട് കാണിക്കാൻ പാടില്ലാത്തതും കാണിക്കാൻ പറ്റുന്ന ഏതാണെന്ന് തിരിച്ചറിയാതെ കുറേ അങ്ങ് എഡിറ്റ് ചെയ്ത് ഫുള്ള് സ്ക്രിപ്റ്റ് പകുതി എനിക്ക് തോന്നുന്നു 50% ഇത് സ്ക്രിപ്റ്റഡ് തന്നെയാണെന്ന്. കാരണം അത് നമുക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ ലൈവിൽ കാണിക്കാതെ ഇത് എപ്പിസോഡിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവത്തില്ല. പലതും ഇത് കട്ട് ചെയ്യുന്നു. മെനഞ്ഞാന്നും ഇന്നലെയൊക്കെ നമ്മൾ ലൈവിൽ കണ്ട പല കാര്യങ്ങളും എപ്പിസോഡിലില്ല. അനിമോളുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ.